നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓപ്പോണൻറ്റ് കിങ് സൈഡിലേക്ക് കാസ്ലിൻ ചെയ്ത ശേഷം H5 ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും തടുക്കുവാൻ സാധിക്കാത്ത അറ്റാക്കുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പൊസിഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ പീസ് സ്ട്രക്ചർ വളരെ നല്ല പീസ് സ്ട്രക്ചറാണ്. ബ്ലാക്കിൻ്റെ പീസുകൾ ഓപ്പണിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ താമസം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ ആക്റ്റീവായ പീസുകളെ വെട്ടിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ കിങ് സൈഡിലേക്ക് ഒരു ആക്രമണം അഴിച്ചുവിടുന്നതിന് വൈറ്റിന് സാധിക്കും. ഈ ഒരു പൊസിഷനിൽ D6 പോൺ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പോണാണ്. ഈ ഒരു D6 പോണിൻ്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. ഈ ഒരു സാഹചര്യത്തിൽ E7 സ്ക്വയർ D6 പോണിൻ്റെ കൺട്രോളിലായതുകൊണ്ട് തന്നെ ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഇത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് കിടക്കാം. റൂ ക്രോസ് H7, കിങ് ക്രോസ് H7. വൈറ്റ് H5 പൂർണ്ണമായും ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു റൂക്ക് സാക്രിഫൈസ് ചെയ്യുന്നു. ബിഷപ്പ് B6. ഈ ഒരു നീക്കത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്യൂനിനെ D8 എന്ന സ്ക്വയറിൽ നിന്ന് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ G5 ഇരിക്കുന്ന ബിഷപ്പിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിർബന്ധമായും ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ബ്ലാക്കിനുള്ളത്. ക്യൂൻ ക്രോസ് B6, നൈറ്റ് ക്രോസ് G5 പ്ലസ്. ഇപ്പോൾ കിങ്ങിന് ചെക്ക് നൽകുക എന്നതിലുപരി F7, H7 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം പൂർണ്ണമായും നൈറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. അതുകൊണ്ട് ഇനി G8 എന്ന ഒരു സ്ക്വയർ മാത്രമാണ് വൈറ്റിന് സംരക്ഷണം നൽകുവാൻ സാധിക്കുന്ന ഒരു സ്ക്വയറായിട്ടുള്ളത്. കിങ് G8, ക്യൂൻ H2, ക്യൂ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ക്യൂൻ E3 പ്ലസ്. ബ്ലാക്കിന് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്ക് നൽകുവാൻ സാധിക്കുന്നു. കിങ് B1. ഒരു അറ്റാക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ കിങ്ങിനെ ചെക്കില്ലാത്ത ഒരു സ്ക്വയറിലേക്ക് നീക്കം നടത്തി വയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല പൊസിഷനുകളിലും കൗണ്ടർ അറ്റാക്കിലൂടെ വിജയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. റൂക്ക് E8. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് E5 പോണിനെ ആക്രമിക്കുകയും കിങ്ങിന് ഒരു നീക്കം നടത്തുവാനുള്ള സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് D3. B ക്രോസ് G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ വെട്ടിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ക്യൂൻ H7 പ്ലസ് KF8, ക്യൂൻ H8 പ്ലസ് ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് ക്യൂൻ ക്രോസ് E3, C ക്രോസ് E3. ബ്ലാക്ക് ക്യൂനിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. റൂ ക്രോസ് E5. റൂ ക്രോസ് E5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ ആക്രമിക്കുവാൻ റൂക്കിന് സാധിക്കുന്നു. റൂക്ക് H1, റൂക്ക് ക്രോസ് G5, ക്യൂൻ H7 പ്ലസ് KF8, ക്യൂൻ H8 പ്ലസ്. ബ്ലാക്ക് ഒരു ക്യൂൻ സാക്രിഫൈസ് കൂടി നടത്തിക്കൊണ്ട് ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. നൈറ്റ് ക്രോസ് H8, റൂക്ക് H8 പ്ലസ് ചെക്ക് മേറ്റ്. ബ്ലാക്കിൻ്റെ മൂന്നാമത്തെ നീക്കം KG8 പകരം KH6 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കിങ് H6, ക്യൂൻ H2 പ്ലസ്, കിങ് ക്രോസ് G5, ക്യൂൻ H5 പ്ലസ് ചെക്ക് മേറ്റ്. ബ്ലാക്കിൻ്റെ ആറാമത്തെ നീക്കം ക്യൂ ക്രോസ് D3 പകരം ക്യൂ ക്രോസ് E5 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ക്യൂ ക്രോസ് E5, B ക്രോസ് G6, F ക്രോസ് G6, ക്യൂൻ H7 പ്ലസ് KF8, ക്യൂൻ H8 പ്ലസ് ചെക്ക് മേറ്റ്.